ആലപ്പി ധൻബാദ് ട്രെയിന് റാഞ്ചിയിലേക്ക് പോകുന്ന വഴിയിൽ വിശാഖപട്ടണ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണിത്. വിശാഖപട്ടണ റെയിൽവേ സ്റ്റേഷൻ എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം 96 ഒരു വർഷം ഞാൻ ഹൈദരാബാദിൽ ചിലവഴിക്കുകയുണ്ടായി. അന്ന് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അത്ര നേരം ഉറങ്ങിയിരുന്ന ഞാൻ പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ ഓർമ്മയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ ഷൂട്ട് ചെയ്തു. ഭയങ്കരമായ വ്യത്യാസം ഫീൽ ചെയ്തു. ഭയങ്കര ഡെവലപ്മെൻറ്റും റെയിൽവേ സ്റ്റേഷൻ മുഴുവനായിട്ട് നല്ല ഭംഗിയായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആളുകളും ആ ഫുഡ്, അവിടുത്തെ ഷോപ്സ് എല്ലാം എനിക്കൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ആക്ച്വലി ഞാൻ 96 അവിടെ ചെല്ലുമ്പോൾ നൈറ്റിലാണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. പിന്നെ തിരിച്ചു വന്ന പകലാണെങ്കിലും ആ കാലത്തെ ഓർമ്മ എനിക്ക് അത്ര വ്യക്തമല്ല. ഞാൻ ആ ഓർമ്മയെ ഒന്നും കൂടി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഞാൻ വിശാഖപട്ടണ സ്റ്റേഷനിൽ നിന്ന് ലഞ്ച് വാങ്ങി. ഇത് 100 രൂപയുടെ ഫുഡാണ്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഇത് മറ്റൊരു കൗതുകം തന്നെ. വിശാഖപട്ടണത്തിൽ നിന്ന് കയറിയ കുറച്ച് അയ്യപ്പന്മാർ ട്രെയിനിൽ അവരുടെ ഭക്തി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതാണ്.
अभिषेक पीने कर्पूर ज्योति है ज्योति स्वरूप ने ज्योति है ज्योति है ज्योति है स्वामी തിരിച്ചു പോരു വഴി വിശാഖപട്ടണത്തു നിന്ന് കയറിയ ആളുകൾ ഫുഡ് കഴിക്കുന്ന പാത്രത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. താമരയിലയുടെ വലിപ്പവും അതേ രീതിയിലുള്ള ഈ പാത്രം ആന്ധ്രയുടെ കൾച്ചർ എന്നെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു. ഈ ട്രെയിന് ജാർഖണ്ഡിലുള്ള ധൻബാദിലേക്ക് പോകണമെങ്കിൽ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും റിട്ടേണായിട്ട് വന്ന ദൂരം തന്നെ കുറേ സമയം തിരിച്ചു പോയതിന് ശേഷം മറ്റെവിടെ വെച്ച് ഡൈവേർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ്റെ റിട്ടേൺ യാത്രയും ഞാൻ ക്യാമറയിൽ പകർത്തി. ഇതൊക്കെ ഒറീസയുടെ ഭാഗങ്ങളാണ്. സന്ധ്യ നേരമായതുകൊണ്ട് കാഴ്ച അത്ര വ്യക്തമല്ല. പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ മലകൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഉള്ള വെളിച്ചത്തിൽ മൊബൈലിൽ പകർത്തിയതാണിതൊക്കെ. ഈ ഭാഗത്തുള്ള ഭൂമിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഓരോ ഇഞ്ച് ഭൂമിയിലും ഏതെങ്കിലും രീതിയിലുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കവർ ചെയ്യുന്ന ഭാഗത്ത് വളരെ ഉയരം കുറഞ്ഞ കോട്ടൺ ചെടിയാണ്, പഞ്ഞി ഉണ്ടാകുന്ന ചെടികൾ. തീരെ വെള്ള ലഭ്യത അവിടെ കാണുന്നില്ല, ജലലഭ്യത അവിടെ കാണുന്നില്ല. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് പരിപാലിച്ച് ഒരു ഇഞ്ച് സ്ഥലം പോലും വെറുതെ ഇടാതെ അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ ജലലഭ്യത അവിടെ കാണുന്നില്ല. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടുത്തെ പ്രകൃതിയുടെ കാലാവസ്ഥ കൊണ്ടായിരിക്കും. ഇത് ഡിസംബർ മാസത്തിലാണ്, നന്നായിട്ട് മഞ്ഞുണ്ടല്ലോ, ആ മഞ്ഞ് കൊണ്ടൊക്കെ ആയിരിക്കും അത് വളരുന്നത്. എങ്കിലവിടെ ആ കൃഷി ചെയ്യാനുള്ളവരുടെ മനസ്സ് പ്രകൃതിയെ ഒട്ടും തന്നെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ശൈലി അവിടെ കാണാൻ സാധിച്ചു. പട്ടണവാസികളും വികസിത സംസ്ഥാനങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ദാരിദ്ര്യത്തിന് ചിത്രം പോലെ തോന്നും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഇതാണ് സമൃദ്ധി, ഇതാണ് സമ്പത്ത്.
പ്രകൃതി അതായിരിക്കുന്ന വിധത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് റെയിൽവേ വികസനം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഭൂമിയെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ചെറിയ കൃഷിക്ക് മാത്രം പങ്ക് വരുന്നു ഉള്ളതേ ഉള്ളൂ. അങ്ങനെ ഒറീസയുടെ കുറച്ച് ഭാഗം, റൂർക്കല ഭാഗമൊക്കെയാണ് കവർ ചെയ്ത് പോയത്. അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡിലേക്ക് കടന്ന് റാഞ്ചിയും ഒക്കെ എത്തുന്നവരെ എല്ലായിടത്തും കണ്ടൊരു കാര്യം, പ്രകൃതി അതായിരിക്കുന്ന വിധം സംരക്ഷിച്ച് പ്രകൃതിയോട് മനുഷ്യനിണങ്ങി ചേർന്ന് ജീവിക്കുന്നു. അല്ലാതെ മനുഷ്യന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രകൃതിയെ അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയല്ല അവിടെ കാണുന്നത്. ഓരോ ഇഞ്ച് സ്ഥലവും എന്തെങ്കിലുമൊക്കെ ഉള്ള രീതിയിലുള്ള കൃഷി ചെയ്ത് ആ ഭൂമിയെ സംരക്ഷിക്കുന്നു. അവിടെയുള്ള മനുഷ്യർക്ക് അതിൽ നിന്ന് വിളവ് കിട്ടി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു. സത്യത്തിൽ കേരളത്തിൽ നിന്ന് വന്ന ഈ കാഴ്ചകൾ കാണുന്ന എന്നെ സംബന്ധിച്ച് വലിയൊരു സമ്പന്നതയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. ഏതെല്ലാം രീതിയിലുള്ള കൃഷികൾ, അതുപോലെ തന്നെ മലകളായാലും കുന്നുകളായാലും പരന്ന സ്ഥലമായാലും ഒക്കെ അതതിൻ്റെ രീതിയിൽ പ്രകൃതിക്ക് മുൻ സ്ഥാനം നൽകിയിട്ട് മനുഷ്യ രണ്ടാം സ്ഥാനത്ത് നിന്നുകൊണ്ട് തനിക്ക് യോജിച്ച രീതിയിൽ പ്രകൃതിക്ക് പരിക്ക് പറ്റാത്ത രീതിയിൽ അതിനെ സംരക്ഷിക്കുന്ന ആ കാഴ്ച, അതിൻ്റെ ആ സമ്പന്നത, അത് നൽകിയൊരു ആശ്വാസവും സന്തോഷവും സമാധാനവും ഭയങ്കര വലുതായിരുന്നു. എന്താണെന്നറിയില്ല, കേരളത്തിൽ ഭൂമി ചെയ്തു വച്ചിരിക്കുന്ന പലതിൻ്റെയും അനന്തരഫലം നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിൽ കണ്ടാണല്ലോ. അതിനുശേഷം ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഡിസാസ്റ്ററുകളൊക്കെ ഉണ്ടാകുന്നുണ്ടാകാം. പക്ഷേ ഇവർ പ്രകൃതിയെ സംരക്ഷിച്ചിരിക്കുന്നത് കണ്ടുപഠിക്കുക തന്നെ വേണം. ഇവിടെയൊന്നും റോഡ് വികസനമോ റെയിൽവേ വികസനമോ ഒക്കെ നടത്തേണ്ടി വരുമ്പോൾ ആളുകൾ കുത്തിയിരിക്കേണ്ടതോ ധർണ നടത്തേണ്ടതോ തടസ്സപ്പെടുത്തേണ്ടതോ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഇതൊക്കെ വെറുതെ കിടക്കുന്ന കൃഷി നിലങ്ങളാണ്. നേരെ മറിച്ച് നമ്മൾ ഒരിഞ്ച് പോലും സ്ഥലം വിടാതെ അവിടെയൊക്കെ കെട്ടിടങ്ങൾ പണിത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആവശ്യമില്ലാതെ വളരെ കുറച്ച് വർഷം മാത്രം പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് പുതിയ പുതിയ കെട്ടിട നിർമ്മാണം ഒരു ക്രൈസായിട്ട്, അതൊരു ജീവിത വൃത്തിയായിട്ട് ഒരു മിഷനാക്കി കൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ ഇതിപ്പോൾ ഇതിനകത്ത് റെയിൽവേ വികസനം കാണുന്നത്, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ റോഡ് വികസനവും കാണാം. അതായത് നമ്മൾ രാവിലെ പോകുന്ന വഴി വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെയൊക്കെ 6 വരി പാതയൊക്കെ നിഷ്പ്രയാസം കംപ്ലീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ, റെയിൽവേ ആണെങ്കിലും അതെ, നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ വാഹനങ്ങളിൽ കല്ല് കൊണ്ടുവരുന്ന ഓരോ പണികളൊക്കെ എത്ര സ്മൂത്തായിട്ട് അവിടെ തടസ്സപ്പെടുത്താൻ ആരുമില്ല. അതിൻ്റെ കാരണം അവർ പ്രകൃതിയെ ഈശ്വരനായിട്ട് കാണുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് അവിടുത്തെ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് മുറിവ് പറ്റാത്ത രീതിയിൽ, അതിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള ജീവിത വൃത്തി അല്ലെങ്കിൽ ജീവിതാവസ്ഥ നൽകുന്ന ഒരു സമ്പന്നതയാണ് ഈ സംസ്ഥാനത്തൊട്ടാകെ കാണാൻ പറ്റുന്നത്. വികസനം എന്നത് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതാണെന്ന് ഒരു തെറ്റിദ്ധാരണ പൊതുവെ ആളുകൾക്കുണ്ട്. അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്ന ആളുകൾ ഈ സംസ്ഥാനത്തൂടെയൊക്കെ പോകുമ്പോൾ അവർ പറയും ഇവിടെ ഒരു വികസനവും ഇല്ലെന്ന്. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള ആളുകൾ പ്രകൃതിയെ ഉപാസിക്കുന്നു അല്ലെങ്കിൽ പൂജിക്കുന്നു, എന്നിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നു. അതിൽ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വിളവിലൂടെ അവരവരുടെ ജീവിതത്തെ നിലനിർത്തുന്നു. അത് കഴിഞ്ഞുള്ള കാര്യമേ വികസനമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിക്ക് പലയിടത്തും നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സും കണ്ണ് നിറയെ കാണാൻ പറ്റുന്ന സമ്പന്നതയുടെ കാഴ്ചകളായിരുന്നു. നേരെ മറിച്ച് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പൊങ്ങിയ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തൊക്കെ ലഭിക്കുന്ന പച്ചക്കറികളൊക്കെ വാടി ഉണങ്ങി പല രീതിയിലും മോശമായിട്ടുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സും വളരെ വില കൂടിയതും ഗുണമേന്മയില്ലാത്തതുമായ പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യവിഭവങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരുന്നു. നമ്മൾ പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വികസനം? പ്രകൃതിയെ ചവിട്ടിയരച്ച് അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള വികസനങ്ങളൊന്നും
ഒരിക്കലും ശരിയായ വികസനമാവില്ല. അതിനുള്ള തിരിച്ചടികൾ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ എൻ്റെ ധാരണ ശരിയാണോന്ന് അറിയില്ല, വികസനം നല്ല രീതിയിൽ നടക്കുന്നത് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലാണ്. കാരണം അവിടെയൊക്കെ പ്രകൃതി ആ രീതിയിൽ കിടക്കുന്നുണ്ട്. അവിടെ റോഡാകട്ടെ റെയിൽവേ ആകട്ടെ പുതിയ കെട്ടിടങ്ങൾ പണിയണോ അതിനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് വളരെ വിജനമായിട്ട് കിടക്കുന്നുണ്ട്. കേരളത്തിലെ പോലെ ഒരിഞ്ച് പോലും സ്ഥലം റോഡ് വികസിപ്പിക്കാനോ ട്രെയിൻ വികസിപ്പിക്കാനോ ഇല്ലാത്ത വണ്ണം വെറുതെ കെട്ടിടങ്ങൾ പണിത് കൂട്ടിയ ഒരവസ്ഥ ഇവിടെയൊന്നും കാണാൻ പറ്റുന്നില്ല. കെട്ടിടങ്ങളുടെ വേസ്റ്റ് അല്ലെങ്കിൽ കെട്ടിടമെന്ന വേസ്റ്റാണ് കേരളത്തിൽ ഞാൻ കണ്ട യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വികസനം ഇനി അങ്ങോട്ട് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലാകും എന്ന് പറയുന്നതിൽ ഒരു പരിധിവരെ തെറ്റ് പറയാനാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇരുട്ടായി വരികയാണ്. പുറത്തുള്ള കാഴ്ചകൾ അത്ര വ്യക്തമൊന്നുമല്ല. എങ്കിലും ഈ ഒരു താരതമ്യ പഠനവുമായിട്ട് ഞാൻ കണ്ട അതിശയങ്ങൾ, പ്രകൃതിയെ അത്രയ്ക്കും ബഹുമാനിക്കുകയും ആരാധിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ കണ്ടതൊക്കെ വലിയ സമ്പന്നതകളാണ്. അതുകൊണ്ടാണ് ഈ ഇരുട്ടത്തും ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. പക്ഷേ ഡിസംബർ മാസമാണല്ലോ, നല്ല തണുപ്പുണ്ട്. സന്ധ്യയായപ്പോഴേക്കും ചെറുതായിട്ട് തണുപ്പ് അകത്തേക്ക് അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പല ആളുകളും ഷട്ടർ താഴ്ത്താൻ പറഞ്ഞു. അതുകൊണ്ട് ഷട്ടർ താഴ്ത്താൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള കുറച്ച് ദൃശ്യങ്ങളാണ്. കൂടാതെ ഞാൻ ഇതുപോലുള്ള വീഡിയോകളിൽ ശബ്ദമോ നരേഷനോ കൊടുക്കാറില്ല. ഇതെൻ്റെ ആദ്യത്തെ ഒരു ശ്രമമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്കങ്ങനെ മിണ്ടാതെ കാഴ്ച കണ്ടങ്ങ് പോകാം അല്ലേ? ഓക്കെ, താങ്ക് യു. പിറ്റേ ദിവസം പ്രഭാതത്തിലുള്ള കാഴ്ചകളാണിത്. ട്രെയിൻ ജാർഖണ്ഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. എത്ര സുഗമമായിട്ട് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകുന്നത് പ്രകൃതിയെ ആ രീതിയിൽ തന്നെ അവിടെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. ഇത് നാം കണ്ടുപഠിക്കേണ്ടത് തന്നെ.